എല്ലാവർക്കും കേരള കിച്ചൺ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അതായത് ബാക്കി വന്ന ചോറ് വെച്ച് എങ്ങനെ ഒരു അടിപൊളി മുറുക്ക് തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 3/4 കപ്പോളം ചോറ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പിലെ ചോറാണെങ്കിലും മതി. അതായത് നമ്മുടെ ഈ മട്ട അരി കൊണ്ടുള്ള ചോറല്ല, അതായത് കുത്തരി എന്ന് പറയും, അത് വെച്ചുള്ള ചോറായാലും മതി, അതിൽ നമ്മൾ റേഷൻ അരി വെച്ചുള്ള ചോറായാലും മതി. ഏത് ചോറായാലും ഒരു 3/4 കപ്പ്, അത് നിങ്ങൾക്ക് എത്രത്തോളം ചോറ് എടുക്കുന്നോ അത് നിങ്ങളുടെ അളവിനനുസരിച്ചുള്ള, ഞാനിപ്പോൾ ഒരു 3/4 കപ്പിൻ്റെ അളവാണ് പറയാൻ പോകുന്നത്. അപ്പം ആ ചോറെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് തന്നെ അരയ്ക്കുക. ചിലപ്പം മിക്സിയിൽ അടിക്കുന്ന സമയത്ത് വെള്ളം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് അരയാൻ ചിലപ്പോൾ പാടായിരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു ചെറിയ ടീസ്പൂൺ, അതായത് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് വേണം നമുക്ക് ഈ ചോറ് അരച്ചെടുക്കാൻ വേണ്ടി. ഞാൻ അങ്ങനെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തിരിക്കുന്ന ചോറാണിത്. കണ്ടില്ല, നല്ല പേസ്റ്റായിട്ട് അത് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ചോറായതുകൊണ്ട് തന്നെ ഒന്ന് കറക്കുമ്പോൾ തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം. ഇനി പാത്രത്തിലെടുത്ത് ഇട്ട് വെച്ചതിന് ശേഷമാണ് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാറുണ്ട്. ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾക്ക് കൺവീനിയൻസ് ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ അരച്ച ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് കായപ്പൊടി. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് ചോറായതുകൊണ്ട് തന്നെ ഇതെല്ലാം 1/4 ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കും. നിങ്ങളുടെ ചോറിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ പൊടികളുടെ അളവ് കൂടെ ഒന്ന് കൂട്ടണേ. അതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടിയാണ്. നിങ്ങളുടെ സാധാരണ മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ വേണ്ട, അതിന് താഴെ നിൽക്കുന്ന അളവ് ചേർത്താൽ മതിയായിരിക്കും. പിന്നെ ഒരു 1/4 ടീസ്പൂണ് എള്ള്. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ചേർക്കാൻ മറക്കില്ല കേട്ടോ. ഞാൻ ഈ ഉപ്പ് ഇടുന്ന വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ഉപ്പും ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ ഉപ്പ് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കുന്ന അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ മില്ലിലൊക്കെ പൊടിച്ചിട്ട് അവിടെ തന്നെ വറുത്തിടുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അരിപ്പൊടി ചേർക്കുമ്പം പച്ചയായിട്ടുള്ള അരിപ്പൊടി ചേർക്കരുത്. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത അരിപ്പൊടി നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അതല്ല നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന അരിപ്പൊടി, അതായത് നമ്മൾ പത്തരിയുടെ പൊടി, ഇടിയപ്പത്തിൻ്റെ പൊടി, പുട്ടിൻ്റെ പൊടി, ഏത് ടൈപ്പ് പൊടിയായാലും കുഴപ്പമില്ല. അത് ഓൾറെഡി അവർ റോസ്റ്റ് ചെയ്ത പൊടിയായിരിക്കുമല്ലോ, അതാകുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. അതിനുശേഷം 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത്, വെളിച്ചെണ്ണ ഏത് ഓയിലായാലും കുഴപ്പമില്ല, അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുക, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കത്തില്ല, ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഈ മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. നിങ്ങളത് കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ശരിക്കും അത് മനസ്സിലാവും. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആ 1 ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് കയ്യിലൊന്നും ഒട്ടിപ്പിടിച്ച്, ശരിക്കും എൻ്റെ കയ്യിൽ നേരത്തെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലായിരുന്നു. ഇപ്പോൾ ആ ഓയിൽ ഒഴിച്ച് നമ്മൾ കുഴച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് ശരിക്കും മാറി പത്തുനിന്നൊക്കെ നന്നായിട്ട് വിട്ടുകിടും. അതിന് വേണ്ടിയാണ് നമ്മൾ ആ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴി ഉണ്ടല്ലോ, അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിനകത്ത് നമ്മൾ എടുക്കുന്ന അച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ സിമ്പിളുള്ള അച്ചുണ്ടല്ലോ, അതാണ് നമുക്ക് ആവശ്യമുള്ള അച്ച്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സേവനാഴിക്കകത്ത് മുഴുവനും കുറച്ച് എണ്ണ ഇതുപോലെ നമുക്കൊന്ന് തടവി കൊടുക്കാം. അതായത് എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അതായത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഇതുപോലെ എണ്ണ ഇതുപോലെ നമ്മൾ തടവി കൊടുക്കുന്നത്. ഇനി നമുക്ക് മാവ് ഇതിനകത്തേക്ക് നിറച്ചിട്ട് നമുക്ക് മുറുക്കിൻ്റെ ഷേപ്പിൽ ശരിക്കും ഇത് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മാവ് ശരിക്കും ഒരു ട്രിപ്പ് ഉണ്ടാക്കാനുള്ള ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോൾ വളരെ കുറച്ച് ചോറല്ലേ എടുത്തിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പിനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ മുറുക്ക് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി ഞാൻ ടിപ്സ് പറഞ്ഞുതരാം. കാരണം ഈ സേവനാഴി തന്നെ നമ്മളിങ്ങനെ മുറുക്കിൻ്റെ ഷേപ്പിൽ കറക്കിയെടുക്കുക ഇച്ചിരി പാടായിരിക്കും. അത് ശരിക്കും പ്രാക്ടീസ് ഉള്ളവർക്ക് അത് ശരിക്കും പറ്റത്തുള്ളൂ. അപ്പോൾ അറിയാൻ മേലാത്തവർക്കായിട്ട് ഈ ടിപ്സ് ഉപയോഗിക്കാം. അത് ഇതുപോലെ നീളത്തിൽ നിങ്ങൾക്ക് ഈ മാവ് പിഴിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം നീളം വേണോ അത്രയും നീളത്തിനനുസരിച്ച് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം നിങ്ങൾ കൈ വെച്ച് തന്നെ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. അങ്ങനെ എല്ലാ മാവും നമുക്ക് നമ്മുടെ മുറുക്കിൻ്റെ ഷേപ്പിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം. കണ്ടോ,
വളരെ ഈസി മെത്തേഡാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് മുറുക്കിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഇതേപോലെ. അതുപോലെ അതിൻ്റെ അറ്റം വരുന്ന ഭാഗം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള മാവും ആ മുറുക്കിൻ്റെ ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ 1/4 കപ്പ് ചോറ് വെച്ച് എനിക്ക് ഏകദേശം ഒരു 6 എണ്ണത്തിനുള്ളത് മാവുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ 5 എണ്ണം ഒരു ചെറുതും ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഇച്ചിരി വലുപ്പമായിപ്പോൾ. എത്രയും വലുപ്പത്തിൻ്റെ ആവശ്യമില്ല മുറുക്കിൻ്റെ. ഇത് ഏകദേശം ഈ ഒരു പരുവത്തിൽ ഉണ്ടാക്കിയാൽ മതിയോ. അപ്പോൾ ഞാൻ ആ ആദ്യത്തെ മാവ് ഇച്ചിരി കൂടിപ്പോയി. അല്ലാതെ എനിക്ക് ശരിക്കും ഇത് 6 എണ്ണത്തിനുള്ള മാവുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ അടുപ്പത്ത് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോരോ മുറുക്കായിട്ട് നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുത്ത് 2 പുറവും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇത് മുരിച്ചെടുക്കാം. ഞാൻ ഈ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഏറ്റവും വലുതായി ഉണ്ടാക്കിയ ആ മുറുക്കുണ്ടായിരുന്നല്ലോ, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം മാത്രമേ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ആ ഏറ്റവും ചെറുതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ അതിനുള്ള സ്ഥലമേ ഇതിനകത്തുള്ളൂ. നിങ്ങൾക്ക് അറ്റ് എ ടൈം 2 അല്ലെങ്കിൽ 3 മുറുക്ക് വരെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം 2 പുറം നന്നായിട്ട് ഇത് നല്ലതായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ നല്ലതുപോലെ വറുത്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളിത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ അറ്റം ഉണ്ടല്ലോ, അറ്റം നിങ്ങൾ ജസ്റ്റ് ശരിക്കും സീലായോ എന്ന് ശരിക്കും നോക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ നമുക്കൊന്ന് അടുപ്പിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതായത് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഒട്ടിക്കിട്ടും. ഇനി നമുക്ക് ഈ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഈ ലെയേഴ്സ് ഉണ്ടല്ലോ, ലെയേഴ്സ് വിട്ടുപോകത്തില്ല. ഇനി നമുക്കങ്ങനെ നമുക്കെല്ലാം ഇത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മുറുക്കുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏകൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ തീ ഉണ്ടല്ലോ, തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം നമ്മുടെ തീ വയ്ക്കാൻ വേണ്ടി. നമ്മുടെ തീ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ മുറുക്കിൻ്റെ പുറഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും, അകം വേവാണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ, അതായത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ഈ മുറുക്ക് നന്നായിട്ട് വറുത്തെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് വേണം വറക്കാൻ വേണ്ടി. ഒരു സൈഡ് മാത്രം കിടന്നിങ്ങനെ വറക്കുന്ന സമയത്ത് അത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ 2 ഭാഗവും തിരിച്ചും മറിച്ചിട്ട് നമുക്ക് നന്നായിട്ടിത് വറുത്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചോറ് വെച്ച് നമുക്ക് അടിപൊളി കറുമുറാന്നിരിക്കുന്ന മുറുക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുറുക്കാണ്. ശരിക്കും സെയിം നമ്മൾ കടലമാവ് ഉണ്ടാക്കുന്ന മുറുക്കിൻ്റെ അതേ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇച്ചിരി പ്രശ്നം എന്താ എനിക്ക് തോന്നിയത്, ഇത്തിരി എണ്ണ കുടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അല്ലാണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടിലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലെ കുഞ്ഞു ബെൽ ബട്ടൺ അമർത്താനും മറക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.